കുഞ്ഞുഞ്ഞിനെ കണ്ടപ്പോൾ ആലോചിച്ച് പിടിച്ചൊരു ഐഡിയയും കൊണ്ട് വലിയ വയൽ കുഞ്ഞുഞ്ഞ് പറഞ്ഞു കേട്ട് പ്രിയൻ ഒരു നിമിഷം ഇരുന്നാലോചിച്ചു. എന്താ പ്രിയട്ടാ, അടിപൊളി ഐഡിയ അല്ലേ? ഇനിയെങ്കിലും ഈ കുഞ്ഞുഞ്ഞിനെ ഒന്ന് അംഗീകരിക്കാൻ പഠിക്കേ. കുഞ്ഞുഞ്ഞ് ഗമ കാട്ടിക്കൊണ്ട് പറഞ്ഞു. കോപ്പാണ് അവന്റെ ഒരു മറ്റേടുത്ത ഐഡിയ. എടാ, ഈ പ്രിയനെ കിട്ടില്ല അതിന്. പ്രിയട്ടാ, എന്റെ ഐഡിയയെ ഇങ്ങനെ തരം താഴ്ത്തരുത്. എടാ, അപ്പൊ ഞാൻ ഉമ്മയെ കെട്ടണം, അവളെ സോപ്പിട്ട് എന്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്തണം, എല്ലാം ഓക്കെ ആകും. എടാ പൊട്ടാ, എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇത് തോന്നണ്ടേ? അതില്ലാത്ത പക്ഷം അവളെ കേട്ട് ജീവിച്ചാൽ അതൊരു ചതിയല്ലേ? കാര്യം ശരി, എനിക്ക് അവളോട് വലിയ മമതയൊന്നുമില്ല. എന്നാലും ചതിക്കാനും ഈ പ്രിയനെ കിട്ടില്ല. എന്നാ പ്രിയട്ടൻ 3 പെങ്ങന്മാരെയും കടമെടുത്ത് കെട്ടിച്ചു വിടും. എന്നിട്ട് അന്തസ്സായിട്ട് പണിയെടുത്ത് ആ കടം വീടും. ഹാ, അനുവിന്റെ കാര്യം പ്രശ്നമില്ല, സ്ഥലം വിൽക്കാം, പിന്നെ സമയമുണ്ടല്ലോ. ആ, ഉണ്ട്. കുഞ്ഞുഞ്ഞ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോ ഇന്റർവ്യൂ ഒക്കെ നന്നായി പങ്കെടുക്കും, ഇത്തിരി മേക്കപ്പ് ഒക്കെ ആവാട്ടോ. ഞാൻ പോട്ടെ, എനിക്ക് ഇന്റർവ്യൂ പോവുമ്മ. ഈ പേരൊക്കെ കേൾക്കുന്നത് തന്നെ ഇപ്പൊ കാലിപ്പ. മാറ്റങ്ങൾ വരാം മിസ്റ്റർ പ്രിയ. അപ്പോഴും ഈ കലിപ്പിൽ ഇവിടെ തന്നെ ഉണ്ടാകണം കേട്ടോ. കേട്ടടാ കേട്ടു. പ്രിയൻ വേഗം ഗ്രൗണ്ടിൽ നിന്നും മടങ്ങി. പറഞ്ഞതുപോലെ ഇന്റർവ്യൂ ദിവസം വന്നു. പ്രിയന് അന്നത്തെ ദിവസം ഒട്ടും ഉഷാറുണ്ടായിരുന്നില്ല. മാളുവും അനുവും കാർത്തവും അമ്മയും ആണെങ്കിൽ അതുവരെ ഇല്ലാത്ത സന്തോഷത്തിന്റെ ആവേശത്തിലായിരുന്നു. ഉമ്മയുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. റൂമിൽ നിന്നും പുറത്തിറങ്ങാതിരുന്ന പ്രിയനെ കയ്യിലൊരു കലപ്പയും കൊടുത്ത് കാർത്തു ചാനലുടെ മുന്നിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരും സ്ക്രീനിൽ കണ്ട മുഖം പ്രിയന്റേതായിരുന്നു. സാധാരണ സ്വന്തം മുഖവും വിവരവും എല്ലാം ടിവിയിൽ വന്ന് 4 ആള് കാണുമ്പോൾ ഉള്ളിൽ നിന്നു വരുന്ന ഗമയുടെ സ്ഥാനത്ത് പ്രിയന് വീടിനുള്ളിൽ ചടഞ്ഞു കൂടിയിരിക്കാനായിരുന്നു താല്പര്യം. അതിനുശേഷം പിന്നെ അമ്മയും ആളും കൂടി ഉറങ്ങിക്കിടക്കുന്ന പ്രിയനെ തട്ടി വിളിച്ച് പാടത്തേക്ക് പറഞ്ഞു വിടും. ഏട്ടന് പണിക്ക് പോകാൻ മടിയായോ? മാളു ചോദിച്ചു. അതൊന്നുമില്ല, എനിക്ക് അവളുടെ മോന്ത കാണുമ്പോ പിടിച്ചുരയ്ക്കാൻ തോന്നും. ഏട്ടനായിട്ടുണ്ടാക്കിയ തീരുമാനമല്ലേ. മത്സരത്തിൽ നമ്മുടെ ഉമ്മ ജയിച്ചതിന് ഏട്ടൻ ഇവിടെ അസൂയ മൂത്തിരുന്നിട്ട് എന്താ കാര്യം? ഏട്ടൻ അവളെ അഭിനന്ദിക്കേണ്ട സ്ഥാനത്ത് അവളെ പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുറിയിൽ കയറിയിരുന്നാൽ അത് ശരിയാവില്ല. വേഗം പോകാൻ നോക്ക്. ഉമ്മ ദേ വരമ്പിൽ കാത്തു നിൽക്കുന്നുണ്ട്. പ്രിയൻ ജനലിലൂടെ കണ്ടത്തിലേക്ക് നോക്കി. പ്രിയൻ വരുന്നതും കാത്തുമ്മ പനിവേഷത്തിൽ നിൽക്കുകയാണ്. ദൈവമേ, ഏത് നേരത്താ എനിക്കിവളെ പാടത്തേക്ക് കൊണ്ടുപോകാൻ തോന്നിയത്? ഏട്ടൻ എന്തിന്റെ കുഴപ്പമായിരുന്നു? ഓരോ നാട്ടിലും ഓരോ തരത്തിലല്ലേ ആളുകൾ ജീവിക്കുക. ഏട്ടന് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ അതിന് ആ പെണ്ണിനോട് ദേഷ്യം തീർക്കാൻ ഈ ഒരു മത്സരം വെച്ച പിന്നെയും ഞാനും കൂട്ടുനിന്ന് അവളുമായിട്ട് ഒരു നാടകത്തിന്. അതിന്റെ പേരിൽ അവൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഏട്ടാ. അവൾക്ക് ഈ കഷ്ടപ്പാടിന്റെ വല്ല കാര്യമുണ്ടോ? ഏട്ടൻ കയ്യോടെ പൊക്കിയപ്പോ ഇവിടെ നിന്ന് എല്ലാം വിറ്റിട്ട് പോകാമായിരുന്നു. ഏട്ടനോടുള്ള സ്നേഹമല്ലേ എല്ലാത്തിനും കാണാം. ഏട്ടനോട് അവൾക്ക് വെറുപ്പല്ലല്ലോ, സ്നേഹമല്ലേ. അതിനേട്ടൻ ദേഷ്യവും വെറുപ്പും കാണിച്ചു തന്നിട്ട് എന്തിനാ? എടപ്രിയ, ആ പെണ്ണെ നിർത്തി വിഷമിപ്പിക്കാതെ വേഗം എണീറ്റ് പോകാൻ നോക്കടാ. അമ്മ മുറിയിലേക്ക് ഇടയ്ക്ക് കയറി വന്ന് പറഞ്ഞു. ആ, പോകാം. പ്രിയൻ പുതപ്പ് മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് ജനാല വഴി ഉമ്മയൊന്നുകൂടി നോക്കി. ഈശ്വര, ഇതിന്റെയൊക്കെ അവസാനം എന്താണാവോ? വൈകിട്ട് കുഞ്ഞുഞ്ഞിനോട് എന്നത്തെയും പോലെ വീട്ടിലെ അസ്വസ്ഥതകളും മറ്റും പങ്കുവെച്ച് വീട്ടുമുറ്റത്തേക്ക് എത്തുമ്പോഴാണ് പ്രിയൻ ആരൊക്കെ വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. വഴിയിൽ ഒരു കാർ കിടക്കുന്നത് പ്രിയൻ കണ്ടു. ഇനി അനുവിന്റെ ആ ചെറുക്കന്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും വന്നതാണോ എന്ന് പ്രിയൻ ശങ്കിച്ചു. അന്നേരമാണ് കാർത്തു ട്യൂഷൻ എന്നും പറഞ്ഞ് വീടും വിട്ടിറങ്ങി വരുന്നത് പ്രിയൻ കണ്ടത്. പ്രിയന്റെ മുന്നിലെത്തിയ കാർത്തു അവനെ നോക്കി ആകെ കൊണ്ട് ചിരിച്ച് വാ പൊത്തി. എന്താടി നിന്നെ വിളിക്കുന്നത്? കാര്യം പറയും. ആരാ വീട്ടിൽ വന്നത്? അനുവിന്റെ ചെക്കന്റെ ആരെങ്കിലും ആണോ? ഏയ്, ചേച്ചിയുടെ അല്ല, ഇത് പ്രിയേട്ടന്റെ സ്വന്തം ആൾക്കാരാ. എന്റെ ആരടി കാർത്തു? നീ കളിക്കാതെ വേഗം കാര്യം പറഞ്ഞ് ചെല്ലാൻ നോക്ക്. പ്രിയൻ ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് നാവ് കടിച്ചു പറഞ്ഞു. എന്താ പ്രിയേട്ട ഇത്ര ദേഷ്യം? ഇപ്പൊ എല്ലാം പ്രിയന് ശാന്ത സ്വഭാവം ഇല്ലല്ലോ. ആ, എങ്ങനെ ശാന്ത സ്വഭാവം ഉണ്ടാകും? അതുപോലുള്ള ടെറർ മുതലുകളല്ലേ അകത്ത് നൂഴ്ന്നു വന്നിട്ടുള്ളത്. എന്ന പ്രിയേട്ടൻ ഇനി ഉമ്മച്ചിയുടെ കാര്യത്തിൽ വലിയ ടെൻഷൻ അടിക്കണ്ട. അതെന്താ, അങ്ങോട്ട് ചെന്ന് നോക്ക്. കാർത്തു അതും പറഞ്ഞ് ട്യൂഷന് പോയി. ചേടാ, ഇവളെന്തൊക്കെയാ പറയുന്നത്? കാറൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ആരപ്പാ? പ്രിയൻ വാതിലിൽ ചെന്ന് അവിടെ അമ്മയോട് സംസാരിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നീങ്ങി കൈയും കെട്ടിക്കൊണ്ട് ഉമയും. അപ്പുറം മാളു. പ്രിയനെ കണ്ടപ്പോൾ അമ്മ വേഗം അടുത്തേക്ക് വന്നിട്ട് അയാളോട് പറഞ്ഞു. ആ, ദേ പ്രിയം വന്നല്ലോ. ആരാണെന്ന മട്ടിൽ അയാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് പ്രിയൻ അകത്തേക്ക് കയറി ചെന്നു. ആരാ? പ്രിയൻ അമ്മയുടെ പുരികം ഉയർത്തി ചോദിച്ചു. മോനെ പ്രിയ, ഇത് ഉമ്മയുടെ അച്ഛനാ. അയാളാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ടിരിക്കുകയായിരുന്നു. അയാൾ വന്നതിന്റെ അർത്ഥം ഒന്നും പ്രിയനെ പിടികിട്ടിയില്ല. പ്രിയൻ ഒന്നും മിണ്ടാതെ നിന്നു. ഡാഡി, എന്നാ ഞാൻ റെഡി ആവട്ടെ? നിശബ്ദനായിരുന്ന ഡാഡിയുടെ തോൾ അമർത്തിക്കൊണ്ടുമ്മ ചോദിച്ചു. ഡാഡി മോളി. എന്നിട്ട് എഴുന്നേറ്റ് വന്ന് പ്രിയന്റെ മുഖത്തേക്ക് നോക്കി. നേരാണ്, അവൾ കള്ളം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്.
എന്റെയും എന്റെ ഭാര്യയുടെയും സ്വഭാവം അനുസരിച്ച് ഉമ്മമോളുടെ എന്താഗ്രഹം വേണമെങ്കിലും ഞങ്ങൾ നടത്തിക്കൊടുക്കും. കൂട്ടുകാരി പെണ്ണിന്റെ കൂടെ ഈ നാട് കാണാൻ വന്നതും ഇവിടെ വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നതൊന്നും ഒക്കെ അവൾ ഞങ്ങളോട് വിളിച്ചു പറയാറുണ്ടായിരുന്നു. അതിന് പിറകിൽ പ്രിയനോടുള്ള ഇഷ്ടം മറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അല്ല, അവൾ പറഞ്ഞതുമില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം നോക്കിയത് എന്റെ കുഞ്ഞിന്റെ ഉള്ളം കൈയാണ്. എന്തിനാ പ്രിയ അവൾ ഇങ്ങനെ ഒരു പരീക്ഷണ വസ്തുവാക്കിയത്? നീ പറഞ്ഞ പോലെ എല്ലാം അവൾ ചെയ്തില്ലേ? എല്ലാം ഒരു വാശിയോടെ ചെയ്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നും നിന്നെ തോൽപ്പിക്കാനല്ലെന്നും പ്രിയ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? പ്രിയനൊന്നും മിണ്ടിയില്ല. എന്റെ മോൾക്കുള്ള പോലെ പ്രിയനും അതേ സ്നേഹം ഉണ്ടെങ്കിൽ മറ്റൊന്നും ഞാൻ നോക്കില്ല. അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. പക്ഷെ പ്രിയൻ അവളെ എത്രമാത്രം ഒരു ശത്രുവിനെ കാണുന്നത് പോലെ കാണുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും എനിക്കിനിയും പറ്റില്ലല്ലോ വരാതിരിക്കാൻ. സ്നേഹത്തിൽ സ്വയം ഒരു മത്സര വസ്തുവാക്കി പരീക്ഷിക്കാൻ ഇനി എന്റെ മോളെ കൊണ്ട് ഞാൻ അനുവദിക്കില്ല. കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പ്രിയന് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. വിഷമമാണോ അതോ സങ്കടമാണോ ആ നിൽപ്പിൽ പ്രിയന്റെ ഉള്ളിൽ ഉറഞ്ഞു കൂടിയതെന്ന് അവന് തന്നെ വലിയ നിശ്ചയമില്ല. മാള് ഭയങ്കര സങ്കടത്തിലായിരുന്നു. കുറച്ചുനാൾ സന്തോഷത്തോടെ നിൽക്കാൻ വന്നിട്ട് ഒടുക്കം ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നോർത്ത് മാളു വലതെ ഇമോഷണലായി. എല്ലാത്തിനും കാരണം ആ ചാനലിലെ പ്രോഗ്രാമാ ഉമേ. അതുവഴിയല്ലേ നിന്റെ ഡാഡി എല്ലാം പറഞ്ഞത്. ഉമേ, ഞങ്ങൾ എല്ലാവരും നിന്നെ ഇവിടിട്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു എന്നൊരു ധാരണയുണ്ട് നിന്റെ ഡാഡിക്ക്. അത് നീ പറഞ്ഞ് മനസ്സിലാക്കണേ. ഏയ്, അടിമപ്പണിയാ മാളു, നീ എന്തൊക്കെ ഈ പറയുന്നത്? അവൾ പറഞ്ഞത് സത്യം തന്നെയല്ലേ മോളെ? പ്രിയന്റെ ഓരോ കോപ്രായങ്ങൾക്ക് ഞങ്ങൾ നിന്നെ ഒരു കരുവാക്കി അവന്റെ മുന്നിൽ നീ ജയിച്ചു കാണാൻ ഞങ്ങളും ആഗ്രഹിച്ചു. ചിരിച്ചും കളിച്ചും ഞങ്ങളെല്ലാരും നീ ഒരു മനുഷ്യജീവിയാണെന്ന് പോലും ഓർക്കാതെ ശീലമില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങളും കൂടി പ്രിയന്റെ ഒപ്പം കൂടി അടിച്ചേൽപ്പിച്ചു. എന്റെ അമ്മ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എന്തൊക്കെയോ രസമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ കയ്യിലെ തൊലിയൊക്കെ കുറച്ചു പോയി, വേദനയും നീരുമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് പോയി കുറച്ച് റെസ്റ്റ് എടുത്താൽ ഓക്കെ ആയിക്കോളും. മോളുടെ അച്ഛൻ്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും തെറ്റുകാരാണ്. അങ്ങനൊന്നും വിചാരിക്കേണ്ട. കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അമ്മേ. എടി മാളു, നീ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഞാനെന്നാ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഉമ്മ മുറിയിലേക്ക് പോയി. അമ്മ ക്ഷീണത്തിൽ മാളുവിന്റെ അരികിലിരുന്നു. ഉമ്മയുടെ അച്ഛന്റെ മുഖത്ത് നോക്കാൻ എന്തോ പോലെ ആകുന്നുണ്ട് മാളു. അതാ അമ്മ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം? അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും സംസാരിച്ചിരിക്കുക. എനിക്ക് എന്തോ പോലെ അടിയിപ്പെണേ, നമ്മുടെ ഭാഗത്തു നിന്നും നല്ല തെറ്റുള്ള പോലെ. ഉമ പ്രിയം പറഞ്ഞത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അവളെ തടയണമായിരുന്നു. അവൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് പ്രിയൻ എന്തേ? അപ്പുറത്തുണ്ട്, ഞാനിപ്പോ വരാം. മാള് പ്രിയന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോയി. മുറിക്ക് അപ്പുറത്തെ തറയിൽ പ്രിയൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാള് ചിരിച്ചുകൊണ്ട് ചെന്നത്. ഏട്ടനിപ്പോ സമാധാനം ആയല്ലോ. ഏട്ടന്റെ പരമശത്രുവുമായി കുറച്ച് സമയത്തിനകം സ്ഥലം വിടുന്നതാണ്. എടി മാളു, നീ എന്ന് അപ്പുറത്ത് പോയി. ഏട്ടന് കുറ്റബോധം വല്ലതും ഉണ്ടോ? എനിക്കൊരു കുറ്റബോധവും ഇല്ല. നീ പറഞ്ഞ പോലെ നല്ല സമാധാനാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര നാളായിട്ട് കാത്തു നിൽക്കുന്നോ എന്നറിയോ നിനക്ക്? പ്രേമിക്കാൻ വേഷം മാറിക്കൊണ്ട് വന്നിരിക്കണം. അതിന് ഏതറ്റം വരെയും പോകും എന്നറിയാൻ എന്നോട് മത്സരിച്ച് എല്ലാരെയും കയ്യിലെടുത്തു. പിന്നെ ഞാൻ അവളെ ഡാഡിയുടെ മുന്നിലൊന്നും മിണ്ടാതെ നിന്നത് പ്രായത്തിന് മൂത്ത മനുഷ്യനല്ലേ എന്ന് കരുതിട്ട. അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നും ഇല്ല മാളു. അവള് പോയാൽ ആ കുഞ്ഞുഞ്ഞിനെയും കൂട്ടോ ടൗണിൽ പോയി കുറച്ച് പടക്കം വാങ്ങിക്കൊണ്ട് വന്ന് പൊട്ടിച്ച് ഞാൻ സന്തോഷം തീർക്കും. പ്രിയം പറഞ്ഞു. ആ, അത് കൊള്ളാലോ. എങ്കിൽ പ്രിയേട്ടൻ കാറിൽ കയറിക്കോ. ടൗൺ വഴിയല്ലേ ഞങ്ങളും പോകുന്നത്. പ്രിയേട്ടനെ പടക്കം വാങ്ങാൻ കുഞ്ഞുഞ്ഞിനെ കാത്തു നിൽക്കണ്ട. അത് കേട്ടുകൊണ്ട് ഉമ്മ ഇറങ്ങി വന്നു. പ്രിയൻ മുണ്ടും മടക്കി കുത്തി തിരിഞ്ഞു നിന്നു. ഉമ്മേ, നീ പറഞ്ഞൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. പ്രിയേട്ടൻ ആളൊരു പാവ. ഇത്രയും കണിശം ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. എന്തായാലും ചോദിക്കോ ഉമ്മേ, നിനക്ക് പ്രേമിക്കാൻ എന്റെ ഏട്ടനെ മാത്രമേ കിട്ടിയുള്ളൂ? അതൊക്കെ പോട്ടെ മാളു, ഒരബദ്ധം മാർക്കും പറ്റും. പിന്നെ ഞാൻ പ്രിയേട്ടനോട് യാത്ര പറയാൻ വന്നതാ. പ്രിയേട്ടന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇങ്ങനെ കണ്ട് യാത്ര പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട, ഒരു കുഴപ്പമില്ല. ആ സംസാരം കേട്ടപ്പോൾ പ്രിയൻ ഇത്ര കഠിന ഹൃദയനാണോ എന്ന് ഉമ്മ മാളുവിനെ നോക്കി ചിന്തിച്ചു പോയി. വൈകാതെ ഉമ്മ പ്രിയന്റെ അമ്മയുടെ അടുത്തേക്ക് യാത്ര പറയാൻ വേണ്ടി ചെന്നു. അമ്മയുടെ മുഖത്ത് ഒരുപാട് വിഷമമായ സമയം അവൾ കണ്ടു. അമ്മേ, അപ്പോ ഇറങ്ങാൻ പോവാ. ഇടറെ ശബ്ദത്തിൽ ഉമ്മ അമ്മയുടെ കയ്യിൽ പിടിച്ചു. മോളെ ഉമ്മേ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഞങ്ങൾ നിന്നെ തടയേണ്ടതായിരുന്നു എന്നൊരു വീണ്ടും വിചാരം എന്റെയും മാളുവിന്റെയും മക്കളിൽ മുളച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രിയന്റെ ഒപ്പം ചേർന്ന് മോളൊരു കളിപ്പാവ പോലെ ആക്കിയോ? അയ്യേ, ഈ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അതൊക്കെ വിട്ടു. പിന്നെ ജയിക്കണമെന്ന മനസ്സുകൊണ്ട് നല്ലതുപോലെ വാശിയും ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലേ പ്രിയേട്ടനെ എനിക്ക് തന്ന വാക്ക് പാലിക്കുള്ളൂ. പക്ഷെ എന്തോ അതൊക്കെ വെറും തമാശ പോലെയാണ് ഇന്ന് എനിക്ക് മനസ്സിലായി. മോളുടെ മനസ്സിൽ നല്ല മനപ്രയാസം ഉണ്ടല്ലേ? അവനെ പോയി കണ്ടിരുന്നോ നീ? കണ്ടിട്ട് എന്തു പറയാനാ? ഉമ്മ ഇവിടെ നിന്ന് പോകുന്നു എന്നോർത്ത് സാധാരണ മട്ടിലാണെങ്കിലും
ഒരു വിഷമം തോന്നില്ലേ? ഏട്ടന് അതൊന്നുമില്ല. വളരെ ക്രൂരനായിട്ടാണ് ഏട്ടൻ ഉമ്മയോട് പ്രതികരിച്ചത്. മാളു നടുവിൽ കയറി നിന്നോണ്ട് പറഞ്ഞു. ആണോ ഉമ്മേ? അവൻ എന്തു പറഞ്ഞു? പ്രിയേട്ടന് എത്രയും വേണ്ട ഉമ്മ ഇവിടെ നിന്ന് പോയാ മതിയെന്ന. ഉമ്മേ, നിനക്ക് നിന്റെ നാട്ടിൽ ചെന്നാൽ നല്ല അസൽ ചെക്കന്മാരെ കിട്ടില്ലേ? അതും നല്ല ന്യൂജൻ പയ്യന്മാര്. നീ എന്തിനാ ഈ ഓണം കയറാൻ മുറിയിൽ വന്നിട്ട് എന്റെ എണ്ണ സ്നേഹിച്ചത്? ആ ഏയ്, അങ്ങനൊന്നും പറയില്ലേ മാളു. അമ്മയുടെ മുഖത്ത് നോക്കി ഉമ്മ മാളുവിനെ തടഞ്ഞു. എത്രയായാലും ആരെയും തരം താഴ്ത്തി പറയാൻ പാടില്ല. നീ പറഞ്ഞതിനുള്ള ഉത്തരം എന്റെ ഇല്ല. ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അതൊക്കെ പറയേണ്ട സമയവുമല്ലടി. എന്നാലും ഏട്ടന് ഒരെല്ല് കൂടുതലാമേ. മാളു മുഖം കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവനെവിടെ മാളു? ദേ അപ്പുറത്തുണ്ട്. ഉമ്മ പോയിട്ടേ ഇനി അകത്തേക്ക് കയറൂ. മോളെ ഉമ്മേ, കാർത്ത് വന്നിട്ട് പോയാ പോരെ? കാർത്ത് വരാൻ ഒരുപാട് സമയമുണ്ടല്ലോ അമ്മേ. ഡാഡി അതൊരു വെയിറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. ഡാഡി പാവാണ്. എന്റെ ആഗ്രഹത്തിന് എതിരൊന്നും നിൽക്കില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. മതി മോളെ, കൂടുതൽ ഇനി ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തവർ യോജിച്ചിട്ട് വലിയ കാര്യമില്ല. മോൾക്ക് അവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റി. അവനതൊന്നും ആയില്ല. അപ്പോ ഈ കാര്യം ഇതോടെ വിട്ട് നല്ല കുട്ടിയായി ഇരിക്കണം കേട്ടോ. പ്രിയന്നമ്മ അവളെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അനു അപ്പോഴേക്കും ഉമ്മയുടെ കയ്യിൽ 2 ടിന്നുകൾ കൊണ്ടു കൊടുത്തു. കണ്ണിമാങ്ങ അച്ചാറും പിന്നെ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതുമാണ്. ഇത് ബാഗിൽ വെച്ചോ. ഉമ്മ ഇത് വാങ്ങി ബാഗിന് സിപ്പ് തുറന്ന് ഭദ്രമായി വെച്ചു. ഇനി പ്രിയേട്ടനോട് യാത്ര പറയണോ വേണ്ടയോ എന്നവൾ ബാഗും പിടിച്ച് നിന്ന് ആലോചിച്ചു. മാളുവിന്റെ കയ്യിൽ പിടിച്ച് പോട്ടെ എന്ന് വീണ്ടും പറഞ്ഞിട്ട് ഉമ്മ തുടർന്നു. വെക്കേഷൻ കഴിയുമ്പോൾ കാണാം മാളു. ഇടയ്ക്ക് വിളിക്കുമേ. മാളു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിളിക്കാതെ പിന്നെ. ഉമ്മേ, യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലേ? പുറത്ത് നിന്ന് ഉമ്മയുടെ ഡാഡി ഗൗരവത്തിൽ വിളിച്ചു. ഉമ്മ നടന്നു നീങ്ങുമ്പോൾ അപ്പുറം പിന്തിരിഞ്ഞ് കൈയും കെട്ടി നിൽക്കുന്ന പ്രിയനെ നോക്കി. സ്നേഹം അറിഞ്ഞു നൽകേണ്ട ഒന്നാണ്. പിടിച്ചു വാങ്ങിയാൽ അതിന് സൗന്ദര്യം നഷ്ടപ്പെടും. അധികകാലം അതിന് ആയുസ്സുണ്ടാവില്ല. പിടിച്ചു വാങ്ങുന്ന സ്നേഹങ്ങൾ ചിലപ്പോൾ ഒരിക്കൽ പോലും ഒന്ന് വെറുതെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കിട്ടാതെ പോകും. തന്റെ സാമിക്കും പ്രിയന്റെ തലയിൽ ഉറുമ്പുകൾ അരിക്കുന്നതിന് സമാനമാണ്. തന്റെ അസാന്നിധ്യത്തിൽ പ്രിയൻ സന്തോഷവാനാണെങ്കിൽ അതിന് അങ്ങനെ ആയിക്കൊള്ളട്ടെ. കാറിലേക്ക് കയറാൻ നേരം ഉമ്മയോർത്തു. കാറിലിരുന്ന ഉമ്മ എല്ലാവർക്കും കൈവീശി കാണിച്ചു. പെട്ടെന്ന് മാൾ കാർ നിർത്താൻ പറഞ്ഞിട്ട് ഓടി വന്നു. ഉമ്മേ, നിന്റെ ഫേവറേറ്റ് ഷോൾ ദേ നീ എടുക്കാൻ മറന്നോ? അത് സാരില്ല മാളു, അത് നീ വെച്ചോ. ഉമ്മ ഇത് സ്വീകരിച്ചില്ല. കാർ മുറ്റത്ത് നിന്നും നീങ്ങി. എതിരെ വഴിയിൽ ഒരു സൈക്കിൾ കുഞ്ഞുഞ്ഞു വരുന്നത് ഉമ്മ കണ്ടു. കുഞ്ഞുഞ്ഞ് കാറിലേക്ക് അത് ഓടിക്കുന്ന ഉമ്മയുടെയും ഡാഡിയുടെയും പുറകിൽ നിരാശയോടിരിക്കുന്ന ഉമ്മയും മാറി മാറി നോക്കി. കാർ വീടുവിട്ട് മറയുന്ന നൊടിയിടയിൽ ഒരു തവണ കൂടി ഉമ്മയുടെ കണ്ണുകൾ പ്രിയന്റെ മുഖം കാണാൻ കൊതിച്ചു നോക്കിയിരുന്നു. പ്രിയേട്ടോ, പ്രിയേട്ടോയ്. മുറ്റത്ത് തിരിഞ്ഞു നോക്കി നിൽക്കുന്ന പ്രിയനെ കുഞ്ഞുഞ്ഞ് വേൽക്കിൽ നിന്ന് സൈക്കിളിൽ ബെല്ലടിച്ച് വിളിച്ചു. പ്രിയൻ സൈക്കിളിന്റെ ബെല്ലൊച്ച കേട്ട് തിരിഞ്ഞു നോക്കി. ആ കുഞ്ഞിനെ കയറിവാടാ. പ്രിയൻ വലിയ സന്തോഷത്തിലായിരുന്നു. എടാ, പോയത് ഇവിടെ നാ പെണ്ണല്ലേ, നമ്മുടെ മാളുവിന്റെ കൂട്ടുകാരി. അത് പോയാ? അല്ല, ആരാ കൂടെ കാറിൽ? എല്ലാം പറയാൻ കുഞ്ഞിനെ. ആദ്യം ഞാൻ ശ്വാസം വിടട്ടെ മുത്തേ. അമ്മേ, അമ്മേ, ഇത്തിരി വെള്ളം കലക്കി ഇങ്ങെടുത്തേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഓരോ കട്ടൻ ചായാലോ അല്ലേ? ആ, എന്തെങ്കിലും ആയിക്കോട്ടെ. കുഞ്ഞുഞ്ഞ് സൈക്കിളിന്റെ സ്റ്റാൻഡിലിട്ട് പ്രിയൻ വിളിച്ചു പറഞ്ഞു കേട്ട സമയം അമ്മയുടെ മുഖം കണ്ടപ്പോൾ കുഞ്ഞുഞ്ഞ് വളച്ചൊരു ചിരിയുടെ പ്രിയനെ നോക്കി. അമ്മയുടെ മുഖം എന്താ വല്ലാത്ത പോലെ ഉണ്ടല്ലോ. അതൊക്കെ കാണും, അധികം കാര്യാക്കണ്ട. എടാ കുഞ്ഞുഞ്ഞെ, അവള് പോയി. ഉമ്മയമ്മ മഹാറാണി പോയി. എന്റെ തലയ്ക്ക് ഇപ്പോഴൊരാശ്വാസമായത്. ഇത്രയ്ക്ക് തലയ്ക്ക് വിളവ് കിട്ടാൻ ഉമ്മ എന്ത് കുറ്റമാണ് ഏട്ടനോട് ചെയ്തത്? കേട്ട് നിന്നപ്പോൾ സഹിക്കാനാവാതെ മാളു അവർക്കിടയിലേക്ക് വന്നു ചോദിച്ചു. ദേ, നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല മാളു. നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചുമില്ല. വെള്ളവുമില്ല, ചായയുമില്ല. രണ്ടുപേരും ഉമ്മ പോയത് ആഘോഷിക്കണമെങ്കിൽ പുറത്ത് പോയി ആഘോഷിച്ചു. വേണമെങ്കിൽ ഏട്ടന് കുറച്ച് പടക്കവും പൊട്ടിക്കാം. ആ, അത്രയ്ക്കായോ? എന്നേടാ കുഞ്ഞുഞ്ഞെ, സൈക്കിൾ തിരിക്കടാ. വേണമെങ്കിൽ ഞാൻ പടക്കവും പൊട്ടിക്കുമടി മാളു. എനിക്ക് നല്ല സന്തോഷമായിരുന്നു. നമുക്ക് പോയി പടക്കം വാങ്ങി വരാം കുഞ്ഞുഞ്ഞെ. മാളു ഒന്നും മിണ്ടാതിരിക്കും. കുഞ്ഞുഞ്ഞെ, കുടിക്കാൻ ഇപ്പൊ കൊണ്ടുവരാം. വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ പുറത്തു പോയി അവൾ പോയി സന്തോഷം ഒന്ന് ആഘോഷിച്ചിട്ട് വരട്ടെ. അതാണ് നല്ലത്, അല്ലടാ? എന്റെ പ്രിയ, നീ എന്തെങ്ങനെ? മാളു പറഞ്ഞതിൽ എന്താ തെറ്റും? ആ കുട്ടി നമുക്കാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. നീ ഇങ്ങനെ ക്രൂരനാവല്ലേ? പാവം, ആ കുട്ടി നിന്നോട് യാത്ര പറയാൻ വന്നപ്പോ നീ മുഖം തിരിച്ചു കളഞ്ഞത് എത്ര വിഷമമായി കാണും പാവത്തിന്. അതെ, കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട, പുറത്തു പോയിട്ട് വരാം. കുഞ്ഞനെ, സൈക്കിൾ തിരികെ. പ്രിൻസ് സൈക്കിളിന് പുറകിൽ കയറിയിരുന്നു. രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ മാളു ആരംഭത്തിൽ വിഷാദിയായിരുന്നു. ഇവനെന്ത് പറ്റിയാവോ ഈശ്വര? ആ പെണ്ണിനോട് ഇത്ര മനുഷ്യത്വമില്ലാതെ പെരുമാറാൻ എങ്ങനെ പറ്റുന്നെന്നാണ്. മാളു, നീ ഇനി ഒന്നും ഓർത്ത് അവന്റെ മെക്കിട്ട് കയറാൻ പോവണ്ട. എന്നാലും എനിക്ക് അവളുടെ കാര്യം അമ്മേ, പാവം നല്ല വിഷമമായി കാണും അല്ലേ? പോട്ടെ മാള്, സാരില്ല. വൈകിട്ട് കാർത്ത് ട്യൂഷൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം വിളിച്ചത് ഉമ്മയുടെ പേരാണ്. എന്താ മാള് ചേച്ചി, ഈ ഉമേച്ചി വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്?
ചെവിയില്ലേ അതിന്? നീ ഇനി ഉമ്മയെ വിളിക്കേണ്ട കാർത്തു. ഉമ്മ വിളി കേൾക്കില്ല. അവള് പോയി. എങ്ങോട്ട്? പോവിന്റെ അടുത്ത് പോയി കാർത്തു. അല്ലെങ്കിലും അവളെ പോലൊരു പെണ്ണിന് നമ്മുടെ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ലല്ലോ. അവളെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ എപ്പോഴും ഇട്ടെറിഞ്ഞു പോകും. ഉമ്മയായിട്ടാണ് എല്ലാം സന്തോഷത്തോടെ അനുഭവിച്ചത്. അമ്മേ, ഈ മാളുവേച്ചി എന്തൊക്കെയാ പറയണേ? ഉമ്മേച്ചിക്ക് എന്താ പറ്റിയത്? ഉമ്മയുടെ അച്ഛൻ വന്നിരുന്നു മോളെ. ആരും പ്രതീക്ഷിച്ചില്ല. ഉമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു. ചാനലിലെ പരിപാടി വഴി ആരൊക്കെ മുഖേനയാണ് എല്ലാം അറിഞ്ഞത്. പിന്നെ പറയാനുണ്ടോ? രാജകുമാരിയെ പോലെ വളർത്തിയ സ്വന്തം മോള് ഏതൊരു ഓണം കേറാൻ മുറയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ നെഞ്ചു പിടയ്ക്കാതിരിക്കോ? എന്നിട്ടെന്താ? അങ്ങേർക്ക് നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും മനസ്സിലായി. ഈ മനുഷ്യന് മോളുടെ ഇഷ്ടത്തിനപ്പുറം ഒന്നുമില്ല. നമ്മുടെ പ്രിയനെ കൊള്ളാഞ്ഞിട്ടാണ്. ആ പെങ്കൊച്ചിനെന്താ കുറവ്? നല്ല മോളാണല്ലോ. നല്ല സ്വഭാവവും സ്നേഹവും ഉണ്ട്. പിന്നെന്ത് വേണം? ആ പെണ്ണ് ഇവിടെ നിന്ന് പോയത് ചങ്ക് പൊട്ടിക്കണ്ട. എന്നിട്ട് അവള് പോയി സന്തോഷം പടക്കം പൊടിച്ച് ആഘോഷി തീർക്കാൻ പോയിരിക്കുന്നു എന്റെ പുത്രൻ. ഇവനെങ്ങനെ ഇങ്ങനെ ആവാൻ തോന്നും ദൈവമേ? അമ്മ ഒറ്റയ്ക്ക് വിലപിച്ചു. അപ്പോ ഉമേശ് പോയില്ലേ? ആ പോയി. ഇനി ഉമ്മ എന്ന പേര് ഇവിടെ ആരും മിണ്ടണ്ട. മാളു ഉച്ചത്തിൽ പറഞ്ഞു. മാളുവിന്റെ മുഖത്ത് സങ്കടവും ദേഷ്യവും ഒക്കെ കണ്ടപ്പോൾ കാർത്തു നിശ്ചലയായി നിന്നു. കുറച്ചു കഴിഞ്ഞ് ദൂരന്നും പടക്കം പൊടുന്ന ശബ്ദം കേട്ട് മാളു തിരിഞ്ഞു നോക്കി. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ അമ്മേ. മാളു സങ്കടം അടക്കിക്കൊണ്ട് പറഞ്ഞു.